ഏതാണ്ട് 2 വർഷം മുന്നേ ഞാൻ പണി കഴിപ്പിച്ച ഒരു വീടാണിത്. ഇത് നമ്മൾ മുന്നൊക്കെ പറഞ്ഞതാണ്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രകൃതിക്കിണങ്ങുന്ന ഒരു നിർമ്മിതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെതൽപ്പുറ്റിൻ്റെ മാതൃകയിലുള്ള ഒരു വീട്, അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻ്റ് അടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു ഇത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പ്രകൃതിയിൽ എങ്ങനെയാണോ മഴയും കാറ്റും കുളിരും എല്ലാം അനുഭവിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വകഭേദങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു നിർമ്മിതിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാലക്രമത്തിൽ ഒരു ഒറിജിനൽ ചെതൽപ്പുറ്റിലേക്ക് പോകുന്ന ഒരു മാതൃകയിലുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ, ആ ഒരു ചെതൽപ്പുറ്റിൻ്റെ രൂപത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത, ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു മെയിൻ്റനൻസും ചെയ്യുന്നില്ല. എന്തിന് ഈ മണ്ണാമ്പല പോലും കെട്ടുന്നില്ല. കാരണം എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അണ്ണാന്മാർ വന്ന് അതിനെ ഭക്ഷിക്കുകയാണ്. വേറെ ഇതിൻ്റെ പ്രത്യേകത നമുക്കൊരു ടെമ്പറേച്ചർ എഫക്റ്റ്. കാരണം പല ആളുകളും നമ്മളോട് ചോദിച്ചാണ് ഇതിന് നമുക്ക് എന്താണ് ഇതിൻ്റെ ഗുണം. കാരണം ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചറും മാസൺട്രി വാളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഈ ഫെറോസിമെൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എക്സ്റ്റേണൽ വാളായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വീടിനകത്തേക്ക് ടെമ്പറേച്ചർ അധികം കയറുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും വീടിനകത്ത് ഇപ്പം ഏറ്റവും നല്ല ചൂടുള്ളൊരു സമയമാണല്ലോ. ഇപ്പോഴും നമുക്ക് ഉള്ളിൽ ഒരു വലിയ ചൂട്, ഒരു കോൺക്രീറ്റ് വീടുകളിൽ ഉണ്ടാകുന്നൊരു ചൂട് അനുഭവപ്പെടാറില്ല. നമുക്ക് ഉറങ്ങാനൊക്കെ നല്ല സുഖം കിട്ടുന്നുണ്ട്. അതുപോലെ സ്ലാബെല്ലാം ടോപ്പ് ഫ്ലാറ്റ് സ്ലാബാണ്. ഫ്ലാറ്റ് സ്ലാബിന് സാധാരണ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നമൊന്നും നമുക്കില്ല. പിന്നെ നമുക്ക് അത് ചൂട് കുറയ്ക്കാൻ വേണ്ടി പല ടെക്നിക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു വീടുണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പം നമുക്ക് വീടുണ്ടാക്കാൻ പല കൺസെപ്റ്റുകളുണ്ട്. ഒന്ന് നമ്മളെ കേരള സ്റ്റൈൽ മാംഗ്ലൂർ ടൈൽ വെച്ചിട്ട് സ്ലോപ്പ് ചെയ്തിട്ട് റൂഫിട്ട് ചെയ്യാം. പിന്നെ ഒന്ന് ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന കണ്ടംപററി സ്റ്റൈൽ എന്ന് പറയും. കണ്ടംപററി സ്റ്റൈലിൽ ഷെയ്ഡുകളൊക്കെ കുറച്ചുകൊണ്ട് ഉള്ളൊരു സ്ട്രക്ചർ. ഇതൊക്കെ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത് ഇതൊന്നും അല്ലാത്ത ഒരു സ്ട്രക്ചർ ചെയ്യാന്നുള്ളതിനെ പറ്റി ആലോചിച്ചു. അപ്പോൾ അത് നമുക്ക് അധികം മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്ക് അങ്ങനെ തന്നെ ഇടാവുന്ന രീതിയിലുള്ളതായിരിക്കണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ബാംഗ്ലൂർ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ വർക്കിന് വേണ്ടി മുത്തങ്ങ ഫോറസ്റ്റിലുള്ള സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. ആ സമയത്ത് മുത്തങ്ങ വനങ്ങളിൽ ഒരുപാട് കൂറ്റൻ ചെതൽപ്പുറ്റുകളെ കാണാറുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകുമ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഇതാണ് കേട്ടോ നമ്മളെ മാതൃക എന്ന്. കൂറ്റൻ ചെതൽപ്പുറ്റുകൾ അത് കണ്ടു കഴിഞ്ഞപ്പം നമുക്കിങ്ങനെ തോന്നുകയാണ്, ഇതുപോലൊരു രൂപം നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാതെ. അങ്ങനെയാണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഞാനും എനിക്കൊരു പാർട്ട്ണറുണ്ട്, ഫൈസൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഏതാണ്ട് 33 വർഷമായിട്ട് നിർമ്മാണ മേഖലയിലുള്ള ഒരു സ്ഥാപനമാണ്. റോക്ക് ഫ്ലവേഴ്സ് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ ചെയ്യാറുള്ളത് മുഴുവൻ ടൈലർ മെയ്ഡ് ഡിസൈൻസാണ്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത വീട് നിങ്ങളിപ്പോൾ പോയി കാണുകയാണെങ്കിലും ഒരാൾ കോപ്പി അടിക്കാത്ത, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരാത്ത, ഒരു പുതുമയുള്ളൊരു സാധനമായിട്ടാണ് നമുക്കിപ്പോഴും നിൽക്കുക. ഞങ്ങൾ ചെയ്ത എല്ലാ വീടുകളും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് നിങ്ങളാണോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഞങ്ങളെ സ്വന്തം വീട് എന്നുള്ളൊരു ആശയം വന്നത്. അപ്പോൾ സ്വന്തം വീട് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു പുതുമ നമുക്ക് കാഴ്ചവെക്കണമല്ലോ. അതുകൂടിയാണ് അതിന് കാരണം. നമ്മളിതിൻ്റെ മെയിൻ്റനൻസ് ഫ്രീ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, നമ്മൾ യാർഡ് ലൈറ്റെല്ലാം കൊടുത്തേക്കുന്നത് ചെറിയ ചെതൽപ്പുറ്റുകളാണ്. ആ ചെറിയ ചെതൽപ്പുറ്റ് ഇപ്പോൾ തന്നെ അത് കളർ ചേഞ്ചായിട്ട് ഒറിജിനൽ നിങ്ങൾ പറഞ്ഞ മുത്തങ്ങയിൽ പോയിട്ട് കാണാൻ പോകുന്ന ആ ഒരു പുറ്റിൻ്റെ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളെ മനസ്സിലുള്ള രൂപം. ആ ഒറിജിനൽ ചെതൽപ്പുറ്റായി മാറി അതിനകത്ത് നമ്മളെ വീട്ടിലേക്ക് ലൈറ്റ് അടിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഈ വീടിനും ആ ഒരു രീതിയിലുള്ള ഒരു രൂപം ആവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വീടിൻ്റെ സൂപ്പർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെല്ലാം കോൺക്രീറ്റ് കോളംസും ലാറ്ററൈറ്റ് മാസൺറിയും അതുപോലെ RCC സ്ലാബൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു രൂപം കവർ ചെയ്തിരിക്കുന്നത് ഫെറോസിമെൻ്റാണ്. ഫെറോസിമെൻ്റ് എന്ന് പറയുന്നൊരു ടെക്നോളജിയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചാക്ക്, അതേപോലെ ചെറിയ കമ്പി, സിമൻറ്റ്, മണൽ, ഇത്രയും തന്നെയാണ് ഉപയോഗിച്ചത്. അത് ചെയ്ത് നമുക്ക് ആ ഒരു രൂപം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്തേക്കുന്നത് ഒരു ഇമ്പോർട്ടഡ് പെയിൻ്റാണ്, മെപ്പായുടെ പെയിൻ്റാണ്. ഒറ്റക്കോട്ട് പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നിർമ്മാണ സമയത്ത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു രൂപം ഉണ്ടെങ്കിലും
ഇതെങ്ങനെ നമുക്ക് ചെതലുകളാണല്ലോ ചിലപ്പിട്ടുണ്ടാക്കുന്നത്, മനുഷ്യൻ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് നമ്മളെ കൂടെ തന്നെ ഉള്ള നമ്മളെ സാധാ പ്ലാസ്റ്ററിംഗുകാർ തന്നെയാണ് ഇതിൽ കുറേ ഭാഗങ്ങളൊക്കെ ചെയ്തത്. പിന്നെ കുറച്ച് കലാകാരന്മാർ ഈ മണ്ണിലൊക്കെ സിമെൻറ്റിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളെയും കൂടെ വിളിച്ചിട്ട് അവരും കൂടെ ചേർന്നിട്ട് നമ്മളെ കൺസെപ്റ്റ് പറഞ്ഞ് അവർ ആ രീതിയിലേക്ക് ഇതിനെ ഈ രൂപത്തിനെ മാറ്റി കൊണ്ടുവരിക ചെയ്തു. പിന്നെ ഇതിൽ നമുക്ക് നമ്മൾ വരാന്ത ഒരു വിശാലമായ വരാന്തയാണ് കൊടുത്തത്, കാരണം നല്ല കാറ്റ് കിട്ടുന്നൊരു സ്ഥലമാണ്. അതുപോലെ നമ്മൾ വരാന്തയിൽ 2 സീറ്റ് കൊടുത്തിരിക്കുന്നു. ഈ സീറ്റിൻ്റെ പ്രത്യേകത, സീറ്റിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ചപ്പൽ റേക്കാണ്. പിന്നെ സീറ്റ് നമ്മളൊരു ഇൻബിൽറ്റ് സീറ്റാണ്. നമുക്ക് സീറ്റും ആ വിൻഡോയോട് ചേർന്നിട്ടുള്ള ഒരു ഇൻബിൽറ്റ് സാധനമാണ്. അപ്പോൾ നമുക്കൊരു വേറെ ചെയറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ചാര് വരെ പ്രത്യേകത ഉണ്ട്. ഈ ചാര് നമുക്ക് ഈ ഉള്ളിൽ പൊടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ തുറന്നുകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിത് തുടയ്ക്കാൻ പറ്റും. കംപ്ലീറ്റ് തുടച്ച് വൃത്തിയാക്കുക. എപ്പോഴും നമുക്ക് മെയിൻ്റനൻസ് ഫ്രീ ആവുക എന്നുള്ളത്. ഇത് തുടയ്ക്കുക, എന്നിട്ട് നമുക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ഇത് ചാരാണ്, നമുക്കൊരു ആക്ഷൻ കിട്ടും. പിന്നെ അത് വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ഇതൊന്നും മരമല്ല, ഇതൊക്കെ പൈപ്പാണ്, GP പൈപ്പാണ്. പൈപ്പിന് നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഗ്ലാസ് ഗ്രില്ലില്ലാതെ ടഫൺ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് നമ്മളെ വീടിൻ്റെ മെയിൻ ഡോറാണ്. നമ്മൾ ഈ വീടിൻ്റെ ഒരു ആംബിയൻസ് നന്നാക്കാൻ വേണ്ടിയാണ് ഒരു വലിയ ഡോറ്. പക്ഷേ ഈ ഒരു വലിയ ഡോർ എന്ന് പറയുന്നത് 2 ഷട്ടേഴ്സാണ്. നമുക്ക് ഒരു ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സിറ്റിംഗ് റൂമിലേക്ക് എത്തും. നമ്മൾ സിറ്റിംഗ് റൂമിൽ ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ലേഡീസിനൊക്കെ നമുക്ക് മാറിപ്പോകണമെങ്കിൽ ഈ ഡോർ തുറന്ന് കഴിഞ്ഞാൽ നേരെ ഡൈനിങ്ങിലേക്ക് കയറി പോകാൻ പറ്റും. 2 ഷട്ടേഴ്സാണ്, പക്ഷേ സിംഗിൾ ഡോറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഡോറ് നമ്മൾ പറഞ്ഞല്ലോ, ഇത് WPC ആണ് മെറ്റീരിയൽ. ഇതിന് മുകളിൽ നമ്മൾ വെനീറാണ് ചെയ്തത്. വെനീർ ചെയ്തിട്ട് ഫൈബർ കൊണ്ട് നമ്മൾ ചെതൽ കയറിയതുപോലുള്ള രൂപം ക്രിയേറ്റ് ചെയ്തതാണ്. ചെറുതായിട്ട് ഗ്രൂ എടുത്തിട്ട് നമ്മൾ ഫൈബറിൽ ചെയ്തതാണിത്. ഈ ചെതൽപ്പിറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ആൾക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലോക്ക് സെൻസർ ലോക്കാണ്. നമുക്ക് ഫിംഗർ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മളെ സിറ്റിംഗ് ഏരിയയിലേക്കാണ്. സിറ്റിംഗ് ഏരിയയിൽ നമ്മളെ സീറ്റിംഗ് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിൽറ്റിൻ സോഫയാണ് നമ്മൾ തന്നെ ഇവിടെ ചെയ്തതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് 10-15 പേര് വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിന് നമുക്ക് അടി അതുപോലെ താഴെ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ ലെഗൊന്നും താഴെ കാണില്ല, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ടീപ്പോയ് ആണെങ്കിലും ഫ്ലോർ ടൈല് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 2 സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ആർക്കും ഇപ്പോൾ ചായയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാം, ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഉപയോഗിക്കാം. ഈ സോഫയിൽ തന്നെ ഈ ടീപ്പോയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത ഡബിൾ ഹൈറ്റാണ്. അതേപോലെ ടോപ്പിൽ നമുക്കൊരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. ആ എക്സോസ്റ്റ് ഫാൻ യൂസ് ചെയ്യുമ്പം നമ്മൾ ഹോട്ട് എയർ എപ്പോഴും മുകളിലേക്ക് പൊങ്ങുകയാണ്. ആ ഹോട്ട് എയറിനെ മുകളിൽ നിന്ന് സക്ക് ചെയ്യും. അതിന് പകരം നമുക്ക് ഈ വിൻഡോയുടെ ഈ ഭാഗത്ത് കൂടി കൂൾ എയർ അകത്തേക്ക് കയറും, പുറത്തുള്ള വയർ. അപ്പോൾ നമുക്ക് ഇരിക്കുന്ന ആളുകൾക്ക് നമുക്കൊരു എയർ സർക്കുലേഷൻ കിട്ടുകയും ഹോട്ട് എയർ എല്ലാം മുകളിലേക്ക് പൊങ്ങിപ്പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ രണ്ടിനെ ഇടയ്ക്കുള്ള ഒരു പാർട്ടീഷനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഷെൽഫ്, ഈ പാർട്ടീഷനകത്ത് നമ്മൾ കുറച്ച് നമ്മളെ പഴയ മൺപാത്രങ്ങളൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ വൈഫൈ കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു TV നമുക്ക് ഡബിൾ സൈഡ് ചെയ്യാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിറ്റിംഗ് നിന്നും കാണാൻ പറ്റും, ഡൈനിങ് നിന്നും കാണാൻ പറ്റും. ഇത് രണ്ടും നമ്മൾ ലൈറ്റ്സാണ്, നമുക്ക് ലൈറ്റായിട്ട് ഉപയോഗിക്കാം. പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് 4000 സ്ക്വയർ ഫീറ്റാണ്. ഇത് 3 ഫ്ലോറിലായിട്ടാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ബേസ്മെൻറ്റ് ഫ്ലോർ. ബേസ്മെൻറ്റ് ഫ്ലോർ വരാൻ കാരണം ഈ ഒരു പറമ്പ് സൈറ്റ് എന്ന് പറയുന്നത് 2 ലെവലിലായിരുന്നു. നമ്മളത് ലെവൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ കുറച്ച് ഏരിയ കിട്ടി. അത് നമ്മൾ ഗാരേജും ഒരു വർക്ക് ഏരിയ, കിച്ചൺ ഒക്കെ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. സിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് എത്തുന്നത്. ഡൈനിങ് ടേബിൾ ഇതുപോലെ തന്നെ നമ്മളൊരു കൺസെപ്റ്റ്, ഒരു ചെറിയ സിറ്റിയുടെ ഒരു രൂപത്തിലുള്ളതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. ഒരു മിനി സിറ്റിയാണ്. ആ സിറ്റിയുടെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും പോലെയാണ്. അത് ലൈറ്റ്സൊക്കെ ഉണ്ട്. നമുക്കതുപോലെ അത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമ്മൾ ഓട്ടോക്കോട്ട് പെയിൻ്റ് അടിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റും. 8 സീറ്റർ ഡൈനിങ് ടേബിളാണ്. വാഷ് ഏരിയ മിറർ സെൻസർ ലൈറ്റ് ആണ്. അതേപോലെ നമ്മളെ ടാപ്പ് സെൻസർ ടാപ്പാണ്. പിന്നെ ഇത് മൊത്തത്തിലൊരു നമ്മളെ ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മളെ ഒരു ചെറിയ 2 ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ഉണ്ട്. ഇതൊരു ഫൗണ്ടനാണ് ശരിക്കും. ഇത് നമുക്ക് ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ വെള്ളം ഒഴിവാക്കിയതാണ്. ഇതിനകത്ത് നമുക്ക് വെള്ളം പമ്പ് ചെയ്തിട്ട് നമുക്ക് മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പ് കൂടെ ഓവർഫ്ലോ ചെയ്തിട്ട് വെള്ളം ഇതിനകത്തേക്ക് ചാടും.
ആ മോട്ടർ ചെറിയ തകരാറായിട്ട് നമ്മൾ വെള്ളം ഓഫ് ചെയ്തു. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളിവിടെ ചെറിയ ഷെൽഫുണ്ട്. നമ്മളെ കയ്യിലുള്ള ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. നമ്മൾ ബെഡ്റൂമിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഡ്രസ്സിങ് ഏരിയ ആണ്. ഡ്രസ്സിങ് ഏരിയയിൽ നമ്മളൊരു ഡ്രസ്സിങ് ഷെൽഫുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് മാറ്റണമെങ്കിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഇത് നേരെ ഇതിന് തൊട്ടടുത്താണ് ബാത്റൂം ഉള്ളത്. ബാത്റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ, പൗഡർ, ചേർപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഷെൽഫിനകത്താണുള്ളത്. നമുക്ക് ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിങ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂം മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബെഡ്റൂമിൻ്റെ 4 വാളുകളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്രോസ് വാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ഷെൽഫ് കൊടുത്തിരിക്കുകയാണ്, വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ പോലും നമ്മൾ മാക്സിമം സ്പേസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് ടേബിൾ ടോപ്പ് ഉണ്ട്, അതിൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാം. പിന്നെ നമുക്കൊരു ഡ്രോയറുണ്ട്. ഈ ഡ്രോയറിനകത്ത് നമുക്ക് എല്ലാ സാധനം വെക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഷെൽഫാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു മാക്സിമം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമ്മളിത് കർട്ടൻ പൊക്കിക്കഴിഞ്ഞാൽ ഈ റൂമിനൊരു വിശാലത ഉണ്ടാവും. ഇത് ശരിക്കും ഒരു വലിയ ബെഡ്റൂമൊന്നുമല്ല, പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണുമ്പം ഒരു ഇടുങ്ങിയ ബെഡ്റൂമായിട്ട് തോന്നില്ല. ഒരു മാക്സിമം വിശാലത കിട്ടുന്ന ഒരു ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഫുൾ ഗ്ലാസ് ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ ബെഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ബെഡ് നമുക്കിത് നമ്മളൊരു ഇറഗുലർ ഷേപ്പിലുള്ള കോട്ടാണ്. ഈ കോട്ടിൻ്റെ അടി നമുക്ക് ഫുൾ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്, പൊക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ സൈഡ് നമുക്ക് ഷൂ ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് സോക്സ് ഇടാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മൾ യൂട്ടിലൈസ് ആണ്. നമ്മൾ ബെഡ്ഷീറ്റ്, പില്ലോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. ഈ സൈഡിലുള്ള സൈഡ് ടേബിളൊക്കെ അതേപോലെ തന്നെ അതിനകത്തൊക്കെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും. 2 സൈഡ് ബോക്സ് അതിനനുസരിച്ചുണ്ട്. നമ്മൾ ബാത്റൂമിൽ വന്നു കഴിഞ്ഞാൽ ബാത്റൂം അതുപോലെ ഒരു ആവറേജ് ബാത്റൂമാണ്. നമുക്ക് ബാത്റൂമിൽ കടക്കുന്ന ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു വാഷ് ബേസിൻ നമ്മൾ ഇരിക്കുന്ന നാനോ വൈറ്റ് ടോപ്പ് വെച്ചിട്ട് ഒരു ഇൻബിൽറ്റ് വാഷ് ബേസിനാണ്. നമ്മൾ ഇതൊരു സാധാ കൗണ്ടർ ടോപ്പ് ബേസിനും അതിൻ്റെ മുകളിൽ നമ്മൾ നാനോ വൈറ്റും ചെയ്ത് അടിയിലൊരു അലുമിനിയം ഫ്രെയിം വെച്ചിട്ട് ഗ്ലാസ് ഇട്ടേക്കാണ്. അത് കഴിഞ്ഞാൽ ഒരു വാൾമൗണ്ട് ക്ലോസറ്റ്, അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്ന ഏരിയ, നമ്മൾ ഷവർ പാനൽ കൊടുത്തിട്ടുണ്ട്. ഹാളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പോഷ് ഫിനിഷ് എന്ന് പറയുന്ന ഒരു ഫിനിഷുള്ള ടൈലാണ്. കാരണം ഗ്ലോസി അല്ല, മാറ്റും അല്ലാത്തൊരു ഫിനിഷാണ്. നമുക്ക് വെള്ളം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ചേമ്പിൻ്റെ ഇടയിൽ വെള്ളം വീണതുപോലുള്ളൊരു ഫീലാണ് കിട്ടുക. അതേപോലെ സ്ലിപ്പാവില്ല, പിന്നെ തേയ്മാനം വരില്ല. അതാണ് ആ പോഷ് ഫിനിഷിൻ്റെ പ്രത്യേകത. നമ്മൾ എന്തിട്ടും വരച്ചാലും തേയ്മാനം വരില്ല. ആ ഒരു ഫ്ലോർ വന്ന് അത് കുറച്ചൊരു കോസ്റ്റ്ലി ആണല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് അത്ര കോസ്റ്റ്ലി അല്ലാത്ത ഒരു മെറ്റീരിയലാണ്. സാധാ സെറാമിക് ടൈൽ വുഡൻ ഫിനിഷാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വലിയ ടൈല് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വുഡൻ പലക വിരിച്ചതുപോലുള്ളൊരു ഫീലിലേക്ക് 4x2 ടൈല് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പ് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഒരു ഡിറ്റോ ആണ് സീലിംഗ്. നിങ്ങൾ ഫ്ലോറിൽ എന്താണോ കാണുന്നത് അതിൻ്റെ സെയിം മിറർ ഇമേജാണ് നമ്മൾ ടോപ്പിൽ കാണുന്നത്. അത് നമ്മൾ പ്ലൈവുഡിനകത്ത് വെനീർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാ സ്റ്റീൽ ഫ്രെയിമാണ്. അടിയിലുള്ളതൊക്കെ 4x4 പൈപ്പാണ്. അതിനകത്ത് സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് ഒരു സാധാ തേക്കിൻ്റെ പലകയാണ് നമ്മൾ ചവിട്ടാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് ഇതൊന്നും മരമല്ല, ഇതൊക്കെ ഇരുമ്പാണ്. GI പൈപ്പാണ്. അത് നമ്മൾ പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ സെക്കൻഡ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിനകത്ത് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു ഷെൽഫ് നമുക്കിവിടെ ഉണ്ട്. ബുക്സൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സിങ് ഷെൽഫുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാത്റൂമാണ്. ഇത് വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതിനകത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലോറ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സീലിങ്ങിൻ്റെ കോമ്പിനേഷൻ, സീലിങ്ങിൽ ഇത് ഉപയോഗിക്കുന്നത് വാൾപേപ്പറാണ്. വാൾപേപ്പറിൻ്റെ നേരെ നമ്മൾ പ്ലെയിൻ ടൈല്. അത് കഴിഞ്ഞാൽ നമുക്ക് വുഡിൽ ചെതൽ തിന്നതുപോലുള്ളൊരു ഡിസൈനാണ്. അതിന് ഡിക്റ്റോ ആയിട്ട് നമുക്ക് ഫ്ലോറിലും അതിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ടൈലിന് അതേ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വോള് നമ്മൾ ആ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് പെയിൻറ്റ് വരുന്നത്. ഈ സൈഡ് വരുന്നത് വാൾപേപ്പറാണ്. അതുപോലെ നമ്മൾ ബെഡിൻ്റെ നമ്മൾ ഹെഡ് ബോർഡും ഒരു കോമ്പിനേഷനായിട്ട് ഒരു മിറർ കൊടുത്തിട്ട് ഈ ഒരു വോളും ഈ ബെഡും കൂടെ ഒരു കോമ്പിനേഷനിൽ പോയതാണ്. ആ ബാക്കി ഏരിയ മാത്രമേ നമുക്ക് പെയിൻറ്റിങ് വരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ വീട്ടിലെ പാൻട്രി. നമ്മൾ ഡൈനിങ്ങിനകത്ത് നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ പാൻട്രിയിൽ നമുക്കൊരു സൈഡ് ടേബിൾ ഉണ്ട്, ഒരു ലാപ്പ് സിങ്ക് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടേബിളാണിത്. കാരണം ഇത് നമുക്ക് യൂസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഹോൾഡ് ചെയ്യുന്നതോടുകൂടി മാക്സിമം സ്പേസ് നമുക്ക് കിട്ടുകയാണ്. നമ്മൾ ഫർണിഷ് ചെയ്തിട്ടില്ല, അതിനകത്ത് ഫർണിച്ചേഴ്സ് വരാനുള്ളതാണ്. ഇതിൽ വോളൊക്കെ നമ്മൾ ടൈൽസ് വെച്ചിട്ട് വേസ്റ്റ് ടൈൽ, നമ്മൾ വർക്ക് കഴിഞ്ഞ് വേസ്റ്റ് ടൈൽ വെച്ചിട്ടാണ് ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തത്.
ഇതൊക്കെ നമുക്കറിയാം വരാന്തയിൽ ഉപയോഗിച്ച ആ ഒരു ടൈലിൻ്റെ കട്ടിങ് പീസുകളാണ് ഈ വോളിലൊക്കെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അത് മറ്റതൊക്കെ വേറെ പല സ്ഥലത്ത് ഉപയോഗിച്ച ടൈലിൻ്റെ പീസുകളാണ്. അതുപോലെ സീലിങ്ങിൽ നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് സ്കൈ വ്യൂ ആണിത്. ആകാശത്തിൻ്റെ ഒരു രൂപം ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. ഇത് നമ്മളെ മെയിൻ കിച്ചണാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് WPC ആണ് കൂടുതൽ. WPC ഫ്രെയിം നമ്മൾ ലാമിനേറ്റ് ചെയ്തത് ഗ്ലാസ് ലാമിനേഷനാണ്. ഇതൊക്കെ ഗ്ലാസ്സാണ്. പിന്നെ നമുക്ക് മാക്സിമം ഡ്രോയേഴ്സും ഷെൽഫ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലോർ അതുപോലെ നമുക്ക് പാൻട്രിയിൽ നിന്ന് വരുന്ന ആ ഫ്ലോറിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ടേബിളിലേക്ക് കയറ്റിയിരിക്കുന്നത്. ബാക്കി ഏരിയയിലൊക്കെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് കൗണ്ടർ ടോപ്പ് ടൈലുകളാണ്. നമുക്ക് പല ടൈപ്പ് യൂട്ടൻസിൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ഓപ്പണബിൾ ആണ്. ഇത് ഞങ്ങളെ വർക്കിന് കൂടി ബന്ധപ്പെട്ടിട്ട് ഏത് ടൈപ്പ് വേണം എന്നുള്ളതൊക്കെ കാണിക്കാനും കൂടിയാണ് ചെയ്തത്. പിന്നെ നമുക്ക് കിച്ചൺ ടോപ്പ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള കബോർഡ്സാണ്. ഇങ്ങനെ പലതരം കബോർഡ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ചെറിയ ഡെമോ കൂടിയാണ് ഇവിടെ ചെയ്തത്. 3 ബാർ പ്രഷർ വേണം മിനിമം. ഇതിനകത്ത് നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളത്തിലേക്ക് പോവാം. പിന്നെ ഇതിൽ ഈ ഒരു ഫ്ലോ ചെയ്യാം. കൂടാതെ നമുക്ക് ഈ ഒരു ഫിനിഷിലേക്ക് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ വലിക്കാൻ പറ്റും. നമുക്ക് കംപ്ലീറ്റ് കഴുകാനൊക്കെ നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റൻഡഡ് ടാപ്പാണിത്. നമുക്ക് അതേപോലെ നമുക്ക് വേറൊരു ഫ്ലോ ഉള്ളത് പച്ചക്കറികളൊക്കെ കഴുകണമെങ്കിൽ ഈ ഒരു ഫ്ലോ നമുക്കിതിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കഴുകാൻ പറ്റും. ഇത് നമുക്ക് കുറച്ചുകൂടി തിരിച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം വേണമെങ്കിൽ ആ ചൂടുവെള്ളത്തിൻ്റെ ഇതിലേക്ക് പോകാം. ഇപ്പോൾ ചൂടുവെള്ളത്തിൻ്റെ ഇപ്പോൾ ചൂടുവെള്ളവും തണുത്ത വെള്ളമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചിമ്മിനി നമ്മൾ സാധാരണ റെഡിമെയ്ഡ് ചിമ്മിനി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചിമ്മിനി ടൈപ്പല്ല. ഇത് ഞങ്ങൾ സാധാരണ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ഇതിനകത്ത് ഒരു എക്സോസ്റ്റ് ഫാനാണ്. ഒരു സിമ്പിൾ എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ പൊരിക്കുന്ന മണം, എണ്ണ, ഈ പുക എല്ലാം നമുക്ക് എക്സോസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കളയാണ്. അതിനെ കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുക്കുന്നത്. മറ്റ് സാധാരണ ചിമ്മിനികൾക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ചിമ്മിനി ഇപ്പം ഒരു ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ആ ചിമ്മിനി വേണം. കാരണം ഫിൽറ്റർ ചെയ്തിട്ട് പുറത്തേക്ക് കളയേണ്ട പ്രശ്നമുണ്ടാകും. അവിടെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടിയിൽ നമുക്കൊരു ഗ്രില്ലാണ് ഉണ്ടാവുക. ഈ എണ്ണ ഒക്കെ ഈ ഗ്രില്ലിൽ വന്നിട്ട് പിടിക്കും. അപ്പോൾ ഒരു കുറച്ച് കാലം കഴിയുമ്പം ഈ എണ്ണ താവിട്ട് ഇതിലേക്ക് തീപിടിക്കാൻ ചിമ്മിനികൾക്ക് തീപിടിക്കുന്നത് സ്ഥിരമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇതുപോലുള്ളൊരു പറമ്പിലൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മളിത് ഫിൽറ്റർ ചെയ്ത് പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടുന്ന് നേരെ സക്ക് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞാൽ മതി. അപ്പോൾ ഒരു സാധാ വീടുകൾക്കൊക്കെ ഈ ഒരു ടൈപ്പേ ആവശ്യമുള്ളൂ. അതേസമയത്ത് ഒരു കോളനിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിനകത്തൊക്കെ ആണെങ്കിൽ ഫിൽറ്റർ ചെയ്ത് കളയേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് ഫ്ലോറിലൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിന് റൂഫ് ഓപ്പണിംഗ് ബെഡ്റൂമാണ്. നമുക്കിതിനകത്ത് ഈ ബെഡിൽ കിടന്നുകൊണ്ട് നമുക്ക് ആകാശം കാണാൻ പറ്റും. നമുക്ക് നേരെ മുകളിലേക്കുള്ള വ്യൂ ആണ്. അവിടെ നമുക്കൊരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. കാരണം നമുക്ക് ഇതിനകത്തുള്ള ചൂടെയർ പുറത്തേക്ക് സക്ക് ചെയ്യാൻ പറ്റും. അതിന് ലൈറ്റ് ഉണ്ട് അവിടെ. നമ്മളിതിനകത്ത് കോട്ട് ബെഡ് ചെയ്തിരിക്കുന്ന ഒരു വഞ്ചിയുടെ ഷേപ്പാണ്. അതേപോലെ ഇതിൻ്റെ സൈഡ് ടേബിൾ നമ്മൾ ആലോചിച്ചാൽ കാണുമ്പോൾ ഒരു ചെറിയ ബോക്സ് ആണല്ലോ. അപ്പോൾ നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മെറ്റീരിയൽസൊക്കെ സാധനങ്ങളൊക്കെ വെക്കാം. ഇതിൻ്റെ താഴത്ത് തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡ്രോയറാണിത്. ഇത്രയും സാധനങ്ങൾ നമുക്ക് സൈഡിൽ ഉപയോഗിക്കും. ഇതേപോലെ തന്നെ ആ സൈഡിലും ഒരു സൈഡ് ടേബിളുണ്ട്. പിന്നെ ഇത് വാൾപേപ്പറാണ്. പെയിൻ്റ് എന്ന് പറയുന്നത് ആകെ ആ ഒരു 2 പീസ് മാത്രമേ പെയിൻറ്റ് വരുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് ഷെൽഫായി പോയി. ഇത് ടൈലാണ്. ഇത് വരുന്ന നമുക്ക് ഈ ഫ്ലോർ ടൈലിൻ്റെ കട്ടിങ് പീസ് വരുന്ന ആ കട്ട് പീസുകൾ. കാരണം ഇത് സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് 20 സെൻറ്റിമീറ്റർ ടൈലാണ്. അതിൽ നമ്മൾ 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തിട്ട്